മറ്റൊരു വാർത്തയിലേക്ക്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണത്തിന് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ നോട്ടീസ് നൽകുന്ന കാര്യം ചർച്ചയായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര രണ്ടാം ദിവസവും തുടരുകയാണ്. കുടുംബായിലെ അമ്പായിൽ നിന്ന് തുടങ്ങിയ യാത്രയുടെ ഇന്നത്തെ പര്യടനം വൈകിട്ട് ഗയയിലാണ് സമാപിക്കുന്നത്. ഡിയോയിലെ സൂര്യക്ഷേത്രം രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും സന്ദർശിച്ചു. ബീഹാർ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത 65 ലക്ഷം പേരുടെ പേരുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. MG മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്നലത്തെ മറുപടിക്ക് ഇന്ന് രാഹുലിൽ നിന്ന് എന്തെങ്കിലും മറുപടി, കോൺഗ്രസിൽ നിന്ന് മറുപടി അത് പ്രതീക്ഷിക്കുന്നുണ്ട്? അത് വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഇംപീച്ച് ചെയ്യുവാനുള്ള നീക്കം അത് ഉണ്ടാവുമെന്ന് ഉറപ്പായിട്ടുണ്ടോ? മനുഷ്യ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ കൂടുതൽ നടപടി ശക്തമാക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് പാർലമെന്റ് സമ്മേളനത്തിന് തുടങ്ങുന്നതിന് മുന്നോടിയായി ഇന്ത്യ സഖ്യം യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ ഇക്കാര്യം വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തു. അതിന്റെ ഭാഗമായി എന്ന് ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് പാർലമെന്റിൽ ഇരുസഭകളിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ ഇംപീച്ച് ചെയ്യാനുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. അങ്ങനെയെങ്കിലും ഒരു നീക്കം നടത്തിയാൽ അത് സ്വാഭാവികമായും ചർച്ചയ്ക്ക് വരികയും ചെയ്യും. അതിൽ രാജ്യസഭയിലും ലോക്സഭയിലും അത് പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അത് പ്രസിഡന്റിന് മുന്നാകെ പോവുകയും ചെയ്യും. അങ്ങനെയാണ് നടപടിക്രമം ഈ ഇംപീച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. മറ്റൊന്ന്, സ്പീക്കർക്ക് അല്ലെങ്കിൽ രാജ്യസഭ ഉപാധ്യക്ഷനെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കാം. അതായത് ഒരു പക്ഷേ ഈ വിഷയം അത് JPC-യിലേക്ക് കൈമാറുകയും ചെയ്യാം. മറ്റൊന്ന്, ഇക്കാര്യത്തിൽ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനം, അത് ആ ഒരു രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു നടപടി വേണമെങ്കിൽ ലോക്സഭാ സ്പീക്കർക്ക് ഇത് സംബന്ധിച്ചുള്ള നടപടി കൈക്കൊള്ളുകയും ചെയ്യാം. അതല്ല എങ്കിൽ വോട്ടിനിട്ട് തള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നോട്ടീസ് പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധത്തിനാണ് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണങ്ങളിൽ പ്രതിപക്ഷ സഖ്യം തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നത്. പാർലമെന്റിൽ ഇന്നും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചിരിക്കുന്നു. 12 മണിവരെ ലോക്സഭയും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ സഭാ നടപടികൾ പ്രക്ഷുബ്ധമാകുന്ന നടപടി സ്വീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് സ്പീക്കർ ഓം ബിർള മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. പക്ഷേ പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ 12 മണിക്ക് വരെ ലോക്സഭ നിർത്തിവെക്കുകയും ചെയ്യുകയായിരുന്നു. സമാനമായ രീതിയിലുള്ള പ്രതിഷേധം സഭയ്ക്ക് പുറത്തും ഇന്ന് അരങ്ങേറുകയും ചെയ്തു. അതിനിടെ രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര അതിപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്ന് അമ്പായിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇപ്പോൾ വിവിധയിടങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അതായത് ബീഹാർ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികൾ കൂടുതൽ ഊർജിതമാക്കുകയാണ് പ്രതിപക്ഷ സഖ്യം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നോക്കിക്കാണേണ്ടത്, ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള ആ വിശദീകരണങ്ങൾ അതൊരു തരത്തിലും അംഗീകരിക്കാനാകില്ല, അതിൽ തൃപ്തരല്ല എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് കോൺഗ്രസിന്റെയും പ്രതിപക്ഷ സഖ്യത്തിന്റെയും പുതിയ നിലപാട് എന്നുള്ളത് തന്നെയാണ്. ഇംപീച്ച് നടപടിയിലേക്ക് കോൺഗ്രസും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യവും നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യുവാനുള്ള നീക്കത്തിലേക്ക് പ്രതിപക്ഷ സഖ്യം പോവുകയാണ്.